മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന് കരവാളൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനാചരണത്തോടനുബന്ധിച്ചാണ് ജനകീയ ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെഞ്ചേമ്പ് NGPM ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച തുമ്പൂർമൂഴി പ്ലാന്റിന്റെ ഉദ്ഘാടനം കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. ലതികമ്മ നിർവഹിച്ചു. പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച നമ്മുടെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അജിത് സാറിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. അപ്പോൾ ഈ തുമ്പൂർമൊഴി എന്നുള്ള ഒരു പഞ്ചായത്തിൽ ഈ പദ്ധതി ഏറ്റെടുത്തത് കൊണ്ടാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഈ പദ്ധതിക്ക് തുമ്പൂർമൊഴി എന്ന പേര് വന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഏകദേശം പഠിക്കുകയും ഇതുകൊണ്ട് നമ്മുടെ നാടിന് പ്രയോജനം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് നമ്മുടെ പഞ്ചായത്തിൽ ഈ പദ്ധതി ഏറ്റെടുത്ത് നടത്താൻ നമ്മൾ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ 4 സ്കൂളുകൾ തിരഞ്ഞെടുക്കുകയും അത് ഒന്ന് NGPM ഹയർ സെക്കൻഡറി സ്കൂൾ, ഒന്ന് നമ്മുടെ AMMHS, അതുപോലെ തന്നെ ഗവൺമെൻറ് LPS വെഞ്ചേമ്പ്, ഗവൺമെൻറ് LPS കരവാളൂർ, ഈ 4 സ്കൂളുകളിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പൂർത്തീകരിച്ചത് നമ്മുടെ ഈ സ്കൂളിലാണ്. അതുകൊണ്ടാണ് അപ്പം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ മാലിന്യമുക്തം നവകേരളം എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഗാന്ധി ജയന്തി ദിനത്തിൽ കേരളം ഒട്ടാകെ ഓരോ പഞ്ചായത്തിലും ഓരോ പരിപാടി സംഘടിപ്പിക്കണമെന്നുള്ള ശുചിത്വ മിഷന്റെ നിർദ്ദേശപ്രകാരം ഒരുപക്ഷെ സംസ്ഥാനതല ഉദ്ഘാടനം തന്നെ നമ്മുടെ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ പഞ്ചായത്തിലും അത് ചെയ്യണമെന്നുള്ള നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഇന്ന് ഇത് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചത്. ആദ്യം നമ്മൾ ഒരു MCFന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഉദ്ഘാടനം ചെയ്യണമെന്നായിരുന്നു തീരുമാനം വന്നത്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ നമ്മളത് മാറ്റിവെച്ചിട്ടാണ് ഇതിൻ്റെ ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കപ്പെടുന്നത്. അപ്പോൾ അതിലുപരിയായിട്ട് നമ്മുടെ പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുക. ഇന്ന് ഈ ഒക്ടോബർ 2 മുതൽ 2025 മാർച്ച് 30 നമ്മുടെ പഞ്ചായത്ത് മാലിന്യരഹിത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടുന്ന ശ്രമങ്ങളാണ് നാടൊട്ടുക്ക് നടന്നു വരുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മൾ കുറച്ച് നാളുകൊണ്ട് തന്നെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ ക്ലാസ്സുകളും മറ്റ് പദ്ധതികളും ഒക്കെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുകയും സ്കൂളുകളിലൊക്കെ അതിൻ്റെ സന്ദേശങ്ങൾ എത്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ജനകീയ ശുചീകരണ ക്യാമ്പയിന്റെ ഭാഗമായി പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തുമ്പൂർമൂഴി പ്ലാന്റിന്റെ നിർമ്മാണം പഞ്ചായത്ത് പരിധിയിലുള്ള 4 സ്കൂളുകളിൽ ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിച്ചിരുന്നു. ഇതിൻ പ്രകാരമാണ് വെഞ്ചേമ്പ് NGPM ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച തുമ്പൂർമൂഴി പ്ലാന്റിന്റെ ഉദ്ഘാടനം ഗാന്ധി ജയന്തി ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് 30 കേരളത്തെ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കും. ഇതിന്റെ ഭാഗമായാണ് കരവാളൂർ പഞ്ചായത്തിലും മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. യോഹന്നാൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ശുചിത്വ മിഷൻ നവകേരളം 2024-25 പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് കരവാളൂർ പഞ്ചായത്തിൻ്റെ വികസനത്തിൻ്റെ മുന്നോടിയായി കരവാളൂർ പഞ്ചായത്തിലുള്ള 4 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ തുമ്പൂർമൊഴി പദ്ധതി പ്രകാരം പണി ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ രാഷ്ട്രപിതാവാകുന്ന മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 ഒരു പഞ്ചായത്തിൽ ഒരു പരിപാടികളെങ്കിലും ഉദ്ഘാടനം ചെയ്യണം എന്നുള്ളതുകൊണ്ട് ആ തുമ്പൂർമൊഴിയുടെ പ്രവർത്തനം പൂർത്തീകരിച്ചത് കരവാളൂർ NGPM ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഗ്രാമപഞ്ചായത്ത് അംഗം മുഹമ്മദ് അൻസാരി സ്വാഗതം പറഞ്ഞു. നമുക്ക് സ്മരിക്കാനുള്ളത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ ആശയങ്ങളെയും പ്രവർത്തന മൂല്യങ്ങളെയും തത്വങ്ങളെയുമാണ്. ആ തത്വങ്ങളിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അന്നേ ദിവസം ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് ഈ ഒരു പരിപാടിക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഒരു കാര്യം പറയാം, നമ്മുടെ സമൂഹത്തിൽ മാലിന്യവും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും അതൊരു വലിയ രീതിയിൽ വലിയ അളവിൽ നമ്മുടെ ജീവിതത്തെ എല്ലാം ബാധിക്കുന്ന നിലയിലുള്ള ഒരു വിഷയമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കും ഉണ്ടാകില്ല. നമ്മളതിനെ അഭിസംബോധന ചെയ്യുകയും പരിഹാരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ആ പ്രശ്നത്തെ നമുക്ക് നേരിടാൻ കൃത്യമായി കഴിയുകയുള്ളൂ എന്നുള്ളത് ഒരു വസ്തുതയാണ്. ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ശൈലജ പദ്ധതി വിശദീകരണം നടത്തി.
തുടർന്ന് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി പ്രകാശ് കുമാർ, ലക്ഷ്മി, ലതിക, മുൻ പഞ്ചായത്ത് സെക്രട്ടറി അജിത്ത്, അസിസ്റ്റന്റ് സെക്രട്ടറി കലായസ്, IRTC കോർഡിനേറ്റർ ലക്ഷ്മി, സ്കൂൾ HM ഷീബ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഹരിതകർമ്മസേന കൺസോഷ്യം സെക്രട്ടറി അംബിക കമ്പോസിറ്റ് ഫിറ്റ് പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. നമ്മുടെ പച്ചക്കറി വേസ്റ്റുകളും ഫുഡ് വേസ്റ്റുകളും എല്ലാം കൂടെ ഇട്ട് അത് വളമാക്കി മാറ്റുന്നതിനുള്ളൊരു ഉപാധിയാണിത്. അത് അയ്യത്തും അവിടെ ഇവിടെയൊന്നും വലിച്ചെറിയാതെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഫലപുഷ്ടമായ രീതിയിൽ വളം ലഭിക്കുന്നതിനും എല്ലാത്തിനും അനുയോജ്യമായ രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനമുള്ളൊരു പദ്ധതിയാണ് ഈ തുമ്പൂർമഴി പ്ലാന്റ്. അതിൽ നമുക്ക് പച്ചക്കറിയുടെ വേസ്റ്റ് വെച്ചാണ് മെയിനായിട്ട് ഇത് ചെയ്യുന്നത്. കൂടാതെ നമുക്കിപ്പോൾ സ്കൂളുകളിൽ ഇത് ചെയ്യുന്നത് നമ്മുടെ ആഹാരത്തിൻ്റെ വേസ്റ്റ് എല്ലാം വെച്ച് ഇതിൻ്റെ വളമാക്കി മാറ്റുന്നതിനാണ്. ആദ്യം അന്നേരം നമുക്ക് ഇനോക്കുലം എന്നുള്ളൊരു വളമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ആ ഇനോക്കുലത്തിൻ്റെ ഒരു ഇത്ര ശതമാനം നമ്മുടെ ഈ ഇതിനകത്തോട്ട് ആദ്യം ഒന്ന് വിതറി 4 വഴിക്കൂടും വിതറി ഇട്ട് കൊടുക്കണം. അതിനുശേഷം അന്നുള്ള നമ്മുടെ ആഹാരത്തിൻ്റെ വേസ്റ്റ് കൊണ്ടുവന്ന് ഇതിനകത്ത് 4 വഴിക്കൂടം വിതറി ഇട്ടിട്ട് പിന്നെയും ഒരു ട്രിപ്പും കൂടെ നമ്മുടെ ഈ ഇനോക്കുലത്തിൻ്റെ ഇത് ഒരു പ്രാവശ്യവും കൂടെ മേളിൽ കൂടെ വിതറിയിട്ട് അത് 5 ദിവസം കൂടുന്തോറും നമുക്ക് ഇത് ഇളക്കി കൊടുക്കണം. ഓരോ ദിവസവും ഇതേ രീതിയിൽ തന്നെ റിപ്പീറ്റ് ചെയ്തതിന് ശേഷം 5 ദിവസം കൂടുമ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ ഒന്നുകൂടെ ഇളക്കി ഈ ഇനോക്കുലവും കൂടെ ഒരു പ്രാവശ്യവും കൂടെ ഇട്ട് ഇളക്കി കൊടുത്തിട്ട് അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഇതിൻ്റെ ഏറ്റവും 1/4 ഭാഗം വരെ ഈ രീതിയിൽ നമ്മളിത് ചെയ്ത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. 1/4 ഭാഗം ആകുമ്പോഴത്തേനും നമ്മൾ അടുത്ത ട്രേയിലോട്ട് ഇത് മാറ്റി ഈ വളം ഒന്നും കൂടെ മാറ്റി അതിനകത്തോട്ട് മാറ്റിയിടും. ആ മാറ്റി ഇട്ടിട്ട് അത് അവിടെ നിന്നും ഈർപ്പമെല്ലാം പറ്റി ഇതിനകത്തൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ആ ഹോളിൽ കൂടെയാണ് ഇതിന്റെ ഈർപ്പമെല്ലാം പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് മാറ്റുമ്പോൾ അതിലും ഇതേപോലെ 3 ആഴ്ച ഇങ്ങനെ ഇട്ടിട്ട് അതിൽ നിന്നും അടുത്ത ട്രേയിലോട്ട് മാറ്റും. അങ്ങനെ ഏറ്റവും അവസാനത്തെ ട്രേയിലാണ് ഇത് വളമാക്കി മാറ്റിയിട്ട് പിന്നെ ഒരു ട്രിപ്പ് നല്ല വെയിലത്ത് നമ്മളത് എടുത്തിട്ട് ടാർപ്പയിട്ട് നമ്മൾ വെയിലത്തിട്ട് നല്ല രീതിയിൽ ഇത് ഉണക്കും. ഉണക്കിയതിന് ശേഷമാണ് പിന്നെ നമ്മളിത് അരിച്ച് മാറ്റി ഇതിൻ്റെ ഗുണസമൃദ്ധിയും കൂടെ നോക്കി ചാക്കിനകത്താക്കി നമ്മുടെ പേരും ഒക്കെ ഒട്ടിച്ച് വിൽപ്പന നടത്തുന്നത്. NCC, SPC വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷകർത്താക്കൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. റിപ്പോർട്ടർ സുനിൽ G, കരവാളൂർ. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ.